ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഭക്തർക്ക് ഉണ്ടാകുന്നു. കഴിഞ്ഞ ആഴ്ചകളിലേതിന് സമാനമായ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു പാളിച്ച സംഭവിക്കാൻ കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂറും മിഥുനയ്യപ്പനും ചേരുന്നുണ്ട്. അരുണിലേക്ക് പോകാം. അരുൺ, ഒരു മിനിറ്റിൽ എത്ര പേരെ 18-ാം പടി ചവിട്ടിക്കാം എന്നുള്ളതിലായിരുന്നു ആദ്യ സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പോലീസും ദേവസ്വം ബോർഡും തമ്മിലുണ്ടായിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ഒരു മിനിറ്റിൽ 100 പേരെങ്കിലും കടത്തിവിട്ടാൽ മാത്രമേ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. പക്ഷേ അത് സാധ്യമല്ലാത്ത വിധം പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടന തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെടുന്നു. Pamba to maintenance full fail. Kerala Police Department is the responsibility for this failure. It took almost 15 hours for us to reach here. No food, no water. No one is bothering about this. We are also not having any water, food, nothing. തന്നെയാണ് തീർത്ഥാടകരുടെ ഒരു പ്രതികരണം. വലിയ രോഷത്തോടെ തന്നെയാണ് തീർത്ഥാടകർ ഈ വരി നിൽക്കുമ്പോൾ എല്ലാം തന്നെ ഈ പ്രതികരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തിൽ സമാനമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ള മാന്യമായ ഒരു നിർദ്ദേശം അത് പക്ഷേ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിലങ്ങതടിയായി തന്നെ കാണുന്നത്. കാരണം അത്ര വലിയ ഒരു തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായ ഒരു സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ ഒരു പരാജയം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 മണിക്കൂറിലധികം കാത്തുനിന്നതിന് ശേഷമാണ് ദർശനം സാധ്യത എന്നാണ് അയ്യപ്പൻ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ സമാനമായ അനുഭവമാണ് ഇവിടെ വരി നിൽക്കുന്ന ഓരോ തീർത്ഥാടകർ. അതെ അരുൺ, അത് മാത്രമല്ല അദ്ദേഹം പ്രതികരിച്ചത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. 15 മണിക്കൂറിലേറെയായി ക്യൂ നിൽക്കുന്നു, ഭക്ഷണവുമില്ല, വെള്ളവുമില്ല. സമാനമായ കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് സമാനമായ അതേ സാഹചര്യം തന്നെയാണ്. ഇതൊന്നും ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തീർച്ചയായും അതുതന്നെയാണ്. ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രഥമ പരിഗണനയാണ്. പക്ഷെ അതുപോലും ചെയ്യുന്നതിൽ ഗുരുതരമായുള്ള വീഴ്ച ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന വഴികളിലെല്ലാം തന്നെ തീർത്ഥാടകരെ തടഞ്ഞിരുമ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായ അതേ സമാനമായ അവസ്ഥ, വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അത്തരത്തിലുള്ള വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് സന്നിധാനത്തെ വീണ്ടും ഇവർ തള്ളിവിടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരിക്കും. കാരണം അത്ര വലിയ ഒരു പ്രതിസന്ധി തന്നെ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കും ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴ സമയത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ആ ഒരു സമയത്തുണ്ടായ തിരക്ക്, തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ നേരത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഈ ഒരു കാര്യമായ ഒരുക്കങ്ങളൊന്നും ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നുമല്ലാതെ ഒരു വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയുടെ ഒരു പ്രതീകമായി ശബരിമല മാറുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ ഇത്തരത്തിൽ തീർത്ഥാടകർക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ. അതായത് മണ്ഡലകാലം ആരംഭിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. ഇത്തരത്തിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ളതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള തീർത്ഥാടകർ എത്തുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തി? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഈ ഭക്തർ പറഞ്ഞ പോലെ തന്നെ ഈ ക്യൂ കോംപ്ലക്സുകളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തിരുപ്പതി മോഡൽ സംവിധാനം സന്നിധാനത്തേക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ പക്ഷേ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെ വലിയ വീഴ്ച ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിലങ്ങുതടിയായി പ്രതിസന്ധിയായി തന്നെ നിൽക്കുന്നത്. മുന്നൊരുക്കങ്ങളിൽ എത്രത്തോളം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അത് ഈ പ്രതിഫലിക്കുന്നതെല്ലാം തന്നെ ഇപ്പോഴാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് തിരക്ക് അനിയന്ത്രിതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, 10 മണിക്കൂറിലധികം തീർത്ഥാടകർ ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പരമാവധി തീർത്ഥാടകരെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ പമ്പയിൽ നിന്നും നിലയ്ക്കൽ നിന്നും ഇലവുങ്കലിൽ നിന്നും തീർത്ഥാടകർ
തീർത്ഥാടകർ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഇനി പോകേണ്ട ഒരു അവസ്ഥ കൂടി സംജാതമാകുകയാണ്. കാരണം സന്നിധാനത്ത് മാത്രം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴികളിൽ മാത്രം 10 മണിക്കൂർ വരി നിന്നാൽ മാത്രമേ ദർശനം സാധ്യമാകൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് താഴെയും കൃത്യമായ രീതിയിൽ പമ്പയിലും നിലയ്ക്കലും എല്ലാം തന്നെ തീർത്ഥാടകരെ തടഞ്ഞിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇതെന്തായാലും ആ ഒരു തിരക്ക് ഇനിയും വരും ദിവസങ്ങളിലും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നിയന്ത്രണാതീതമായ തിരക്ക് വരികയും യോഗങ്ങളും തുടർ യോഗങ്ങളും അവലോകനങ്ങളും ഒക്കെ ചേരുകയും ചെയ്തിരുന്നു. എന്നിട്ടും അതിൽ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ തിരക്കും സൂചിപ്പിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മകരവിളക്ക് മണ്ഡലപൂജ ദിവസങ്ങളിൽ ഇവർ ഇത് ഏത് രീതിയിൽ തരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡും പോലീസും? തീർച്ചയായും അങ്ങനെ കൃത്യമായ ഒരു പ്ലാനൊന്നും നിലവിൽ ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല. തിരക്ക് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ക്രമീകരണങ്ങളും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം. മന്ത്രി തന്നെ ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞെങ്കിലും എന്താണ് ബദൽ സംവിധാനം എന്ന് അദ്ദേഹത്തിന് പോലും വിശദീകരിക്കാൻ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കൃത്യമായ രീതിയിൽ ബദൽ സംവിധാനം എന്ത് എന്ന് കൃത്യമായി പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമായി എത്തുന്ന തീർത്ഥാടകരാണ്. അവർക്കാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ നെയ്യഭിഷേകം നടത്തിയതിനു ശേഷം പരമാവധി തീർത്ഥാടകരെ സന്നിധാനത്ത് നിന്ന് പറഞ്ഞയക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്നും പോലീസിനെ ചെയ്യാനാകുക, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. ലക്ഷ്മി. ശരി അരുൺ, മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, എരുമേലിയിൽ ഭക്തരുടെ വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഗതാഗത കുരുക്കുണ്ട്, വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ദൃശ്യമാകുന്നുണ്ട്. നമ്മളോട് പ്രതികരിച്ച ഭക്തൻ പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ യാത്ര ചെയ്തതനുസരിച്ചാണെങ്കിൽ ഇത് ആദ്യത്തെ അനുഭവമെന്നാണ്. ഇത്രയധികം തിരക്ക് മുൻപെങ്ങും കണ്ടിട്ടില്ല. നിയന്ത്രണങ്ങളിലെ പാളിച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച ഭക്തൻ ഈ ക്യൂവിൽ കയറിയത് പുലർച്ചെ 2 മണിക്കാണ്. ഇപ്പോൾ 7 മണി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 5 മണിക്കൂറിലധികം ഇവർ ക്യൂവിൽ 5 മണിക്കൂറോളം സമയം തന്നെ ഈ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇനി വെറും 50 മണിക്കൂറോളം 50 കിലോമീറ്ററോളം ദൂരെയാണ് നിലയ്ക്കലിൽ നിന്ന്, അതായത് പമ്പയിൽ നിന്ന് 50 കിലോമീറ്ററോളം ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനിയും 50 കിലോമീറ്ററോളം അവർക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സജ്ജമാക്കിയിരുന്ന യാത്രാ പദ്ധതികളെല്ലാം തന്നെ തകിടം മറിഞ്ഞ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുമ്പത്തോളം എത്രത്തോളം ഗുരുതരമായിരുന്നു ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച സാഹചര്യം, അതിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് ഈ ചെറിയ രീതിയിലുള്ള ക്യൂ എല്ലാം നിലനിന്നിരുന്നു. പക്ഷേ അതിനെല്ലാം അവഗണിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയല്ല. ക്യൂ കൂടുതൽ ശക്തമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് മറുപടി പറയാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭക്തർ ഇവിടെ നിന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് തന്നെ ഈ ക്യൂവിൽ നിൽക്കുന്നു. കാരണം നമുക്കറിയാം ഈ യാത്ര എന്ന് പറയുന്നത് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ഒരുപക്ഷെ ശബരിമലയിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ഈ ആസൂത്രണത്തിലെ പിഴവ് എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ നേരത്തെ അവലംബിച്ച പോലെ ഏതെങ്കിലും രീതിയിൽ ശബരിമലയുടെ തനതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഈ തിരക്ക് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമുണ്ടായെങ്കിൽ മാത്രമേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആശങ്ക പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ ഈ എരുമേലിയിൽ വലിയ രീതിയിലുള്ള ക്യൂ തുറന്നുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ മന്ദം മാത്രമാണ് ഇവിടെ നിന്ന് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി മിഥുൻ, ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്, ഗതാഗത കുരുക്കും രൂക്ഷമാണ്. മണിക്കൂറുകൾ തീർത്ഥാടകർക്ക് ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ്. ആ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. മിഥുൻ അയ്യപ്പനും അരുൺ കൊടുങ്ങൂറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.